കത്തിക്കാനൊന്നുമില്ല. റബ്ബറിന്റെ മുകളിലാണെങ്കിൽ വിറക് ഉണങ്ങിയിട്ടുണ്ട്. കൊക്കയുമില്ല. ആരായി പൊട്ടിച്ചേരല്? അരി കൊണ്ടുപോകുമ്പോ വെന്തു. മീൻ മാത്രം മേടിച്ചോണ്ടെന്നാ പോരാ, കത്തിക്കാൻ വിറകും വേണം. ഞാനിപ്പോ തോട്ടു പോയിട്ട് 2-3 പൊട്ടിച്ചോണ്ടെന്നു. ആ റബ്ബറിന്റെ ഉള്ളിൽ എത്ര എണ്ണം ഉണങ്ങിയിട്ടുണ്ട്. ഒക്കെ എടുത്തോട്ട് ഒന്ന് പൊട്ടിച്ചോണ്ടെന്നൂടെ? എന്നാ മീൻ കിട്ടീനി? വല്ലാണ്ട് ചൊറിയുന്നല്ല, പുഴുവാറ്റം കൊണ്ടിരുന്നു. റബ്ബറിന്റെ വെറ് മേലെ ഉണങ്ങിയാൽ പൊട്ടിക്കാൻ പാടില്ല അച്ഛൻ പറഞ്ഞു. അത് മേലെ ഉണങ്ങിയ വെറ് പൊട്ടിച്ചു കഴിഞ്ഞാൽ റബ്ബറിന് മോശമാണല്ലോ. അത് താഴെ വീണിട്ട് മാത്രമേ എടുക്കാൻ പാടുള്ളൂ, അല്ലെ ഞാൻ പൊട്ടിച്ചു തരൂലേ. മീൻ കുറച്ച് മത്തി കിട്ടീനെ, ഒരു 100 രൂപയ്ക്ക് ലിവറും വാങ്ങി ഒരു കിലോ. എന്നാ അല്ലപ്പ നിങ്ങൾ വിറകിന്റെ കാര്യത്തിൽ എന്നാ തീരുമാനാക്കിയത്? തമാശ കളിക്കല്ലേ, ഒന്നും കത്തിക്കാനില്ലോടാ. നീ അതിന് ചണ്ട കൂടണ്ടപ്പാ. ഞാൻ എവിടെന്ന് പോയി പറക്കിത്തരാം ഉച്ചക്കാലത്ത് പോയിട്ട് കുറച്ച്. ഇനി അതിനിങ്ങനെ ചൊന്നോട് നിൽക്കണ്ട. ഞാൻ പെട്ടെന്ന് ആക്കി, സമയം ഇപ്പം വൈകിയില്ലേ. ആ ലിവറ് കുരുമുളക് കിട്ടിയിട്ടൊക്കെ മറത്തോ. മത്തിപ്പന്ന വേണ്ടി പച്ചവാങ്ങായിട്ട് കിട്ടിക്കഴിഞ്ഞായിരുന്നു അല്ലേ. മത്തി വാങ്ങിയിട്ടിട്ട് ലിവർ കുരുമുളക് കൂട്ടിട്ട് വേഗം ഞാൻ ആക്കിത്തരാം. ഒരു ഓലം പക്ക വെച്ചിട്ട് ഞാൻ കൊടോരിക്ക് എടുത്ത് വെച്ചാൽ വൈകുന്നേരമായിട്ടും വെക്കാൻ തോന്നും. വലിയ മത്തി തന്നെ. ഇനി 100-150 റുപ്യ കൊടുത്തിട്ടുണ്ടാവും. മീനെല്ലാം വില കൂടിക്കൊണ്ടിരിക്കുന്നു. എന്നാലും മീനില്ലാണ്ടാവും ചെയ്യില്ലല്ലോ. പച്ചമാങ്ങ കിട്ടീനെ. അച്ഛൻ കിട്ടിയാ? അപ്പൊ ഞാൻ വാങ്ങിയിട്ടിട്ട് വെക്കാം. അച്ഛൻ തന്നെയായിരുന്നു. എവിടുന്ന് അച്ഛൻ കിട്ടീനി? അച്ഛന് ഏട്ടായി മൂസ് പറയുന്നത് താഴോട്ടായിട്ട് പോയ ബിജുവായിട്ടാണ് 10 റുപ്യാണ്. ഓന്റെ വീട്ടിൽ വാങ്ങിണ്ടു ഒരുപാട്. വാങ്ങിട്ട് വെച്ചാൽ നല്ല രസല്ലേ. അതെ, വാങ്ങിട്ട് വെക്കാം. മത്തി വലുത് തന്നെയല്ലേ? വലുതന്നെ. കിണറിലല്ല? അയ്യോ, കിണറൊന്നുമില്ല. ഞാൻ പെട്ടെന്ന് നോക്ക്. എന്നാ പിന്നെ നമുക്ക് പച്ചമാങ്ങിട്ട നമ്മുടെ മത്തിക്കറി തയ്യാറാക്കാം. അപ്പോൾ ഇല്ലാതെ മീനെല്ലാം മുറിച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ ഞാൻ കാണിച്ചു തരാം. ഇത് അരപ്പന വേണ്ടിയിട്ടാണ്. 2-3 കഷ്ണം പച്ചമാങ്ങ, അതുപോലെ തന്നെ കുറച്ച് തേങ്ങ, അരമുറി തേങ്ങ, മല്ലിപ്പൊടി ഒരു 1/2 സ്പൂണ്, മുളക് പൊടി 1 സ്പൂൺ 1.5 സ്പൂൺ ഉണ്ടാവും, കുറച്ച് മഞ്ഞൾപ്പൊടി, ചെറിയ ഇഞ്ചി കഷ്ണം, കുറച്ച് ഉലുവ, 2-3-4 ചെറിയ ഉള്ളിയ. ഇത് അരപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക, ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. കൈ കൊണ്ട് നല്ല ഒഴിച്ചോ. അരക്കെ എന്നിട്ട് നിന്നി ഇതിന് ആദ്യം കഷ്ണം എടുത്തു പോവാ. അപ്പോൾ നമ്മുടെ അരപ്പ് റെഡി ആക്കിയിട്ടുണ്ട്. ഇതൊരു ചട്ടിയിലേക്ക് ഒഴിക്കുന്നുണ്ട്. അരപ്പിൻ്റെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഓക്കെ, ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത്, അതുപോലെ തന്നെ നമ്മുടെ മാങ്ങി കൊണ്ടിട്ട് കൊടുക്കുക. പാകത്തിന് ഉപ്പ് കൊണ്ടിട്ട് കൊടുക്കുക. കല്ലുപ്പാണ് നോക്കിയിട്ടുണ്ടായി. അപ്പോൾ നമ്മുടെ അരപ്പ് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ ക്ലീൻ ചെയ്ത് വെച്ച് നമ്മുടെ മത്തിയും കൂടി ഇട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അടച്ചു വെക്കാൻ വിട്ട്
എന്തായി കറി? അയ്യാ, അപ്പോൾ നമ്മുടെ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി കാച്ചി വയ്ക്കാനുണ്ട് അല്ലേ? കാച്ചി പോരാണ്ട് ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ, കടുവ, അപ്പോൾ കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കുറച്ച് ചെറിയ ഉള്ളിയ, ഇനി കുറച്ച് കറിവേപ്പില, ഓക്കെ. അങ്ങനെ നമ്മുടെ പച്ചമാങ്ങ ചേർത്ത മത്തിക്കറി റെഡി ആയിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇന്നത്തെ ഊണ് കഴിക്കേ. അപ്പോൾ കറി പറഞ്ഞാൽ ലിവർ ഫ്രൈ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലത്തെ കേദലിൻ്റെ കഷ്ണമാണ് കേട്ടോ, ചാറൊന്നുമില്ല അല്ലേ? അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ മാങ്ങിയിട്ട മത്തിക്കറി, പച്ചമാങ്ങിയിട്ട മത്തിക്കറി. കറിയാവാൻ കുറച്ച് വൈകിനെ, 2 കറിയാവാൻ കുറച്ച് വൈകിനി. അപ്പോൾ അച്ഛനമ്മക്കും കൊണ്ടു കൊടുക്കണം അത്ര. ഇനി വൈകുന്നേരം കൊടുക്കൂലൂ അല്ലേ? അല്ലേ? ഇനി വൈകുന്നേരം കറിയാവാൻ കുറച്ച് വൈകിപ്പോയി. നഷുണ്ട് കൂടെ. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം ഞാനും ലതിയും നഷും കൂടിയിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ നഷു അമ്മേലും കൈയിട്ട് വരുന്നുണ്ട്. കഴിച്ചു നോക്കിയേ മത്തിക്കറി കൂട്ടി നോക്കിയേ. സൂട്ടാ അല്ല തന്നെ? അടിപൊളി കറി. നഷു എന്തുണ്ട്? രസമുണ്ടോ കറി? ഇതാ മത്തിക്കറി നോക്കിയാ? ലിവറിൽ കൂട്ടിയത് മത്തിക്കറി നോക്കിനേ? ലേശം ചാറ് നോക്കിനെയാ? ഇതാ പുളിയുണ്ടാ? മാങ്ങര പുളിയില്ലേ? പക്ഷെ നിനക്ക് കേദല കൊണ്ടുവരണേ, ഇത് കൊണ്ടുവരണേ. പിള്ളേർ ആരും മീൻ കൂട്ടൂല കേട്ടാ, എല്ലാ മീനൊന്നും കൂട്ടൂല. എന്നാ പിന്നെ ഞാൻ കഴിക്കാം. ആദ്യം നമ്മുടെ ഇതാ പച്ച മാങ്ങയിട്ട് നമ്മുടെ മത്തിക്കറിയിലെ ചാറും കൂട്ട്. മാങ്ങ നമ്മൾ വിചാരിച്ച അത്ര പൊടിയില്ല, ഇളമാങ്ങയുണ്ട് അല്ലേ? കറി നല്ല തന്നെ. ഒരു പൊടിക്ക് പുളി കുറഞ്ഞു ഇനി. നല്ല പുളിയ മാങ്ങയല്ല, ഇളമാങ്ങയാണ്. ലിവർ ഇന്നലത്തെ കേദൽ മീൻ. ഇന്നത്തെ കറിയെല്ലാം നല്ലതാണ്. ഒരു മത്തിയുടെ കഷ്ണം എടുക്കട്ടെ. മത്തി കഷ്ണം, മത്തിയുടെ ചാറും എല്ലാം കൂടിയിട്ട് ഇതാ. അതൊക്കെ ലിവറിൻ്റെ ഒരു കഷ്ണം. എന്നാ പിന്നെ ആസ്വദിച്ച് കഴിക്കട്ടെ. ഓക്കെ, അക്ഷു താറ്റോട്ട്.